ദുരന്തത്തിൽ ബാക്കിയാകുന്നവർക്ക് ഒരു വലിയ ജീവിതം തന്നെയാണ് നമ്മൾ മുന്നിട്ട് നൽകേണ്ടത്. അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ഇനി ഏറ്റവും വലിയ ഉത്തരവാദിത്വവും നമ്മൾ ചെയ്യേണ്ടതും. എന്തായാലും ഇവരുടെയൊക്കെ താൽക്കാലിക പുനരധിവാസം സംബന്ധിച്ച് മന്ത്രിസഭാ യോഗം ഇന്നിപ്പോൾ ചർച്ച ചെയ്യും. ശ്യാമപ്രസാദ് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്യാമപ്രസാദ്, ഇപ്പോൾ എങ്ങനെയാണ് ഈ താൽക്കാലികമായി പുനരധിവസിപ്പിച്ച് പിന്നീട് ഒരു ടൗൺഷിപ്പിലേക്ക് ഇവരെയെല്ലാം മാറ്റുക, അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണോ നടക്കുന്നത്? ഇപ്പോൾ ഈ ഉപസമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സ്വപ്ന, വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലേറ്റ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിലനിൽക്കെയാണ് ഇന്ന് സംസ്ഥാന മന്ത്രിസഭാ യോഗം ചേരുന്നത്. രാവിലെ 9:30 തന്നെയാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗം ചേരുന്നത്. എന്തായാലും വയനാട് ദുരന്തത്തിന്റെ ആഘാതമേൽപ്പിച്ച ഇപ്പോൾ ഉള്ള ഒരു താൽക്കാലിക പുനരധിവാസമാണ് സർക്കാരിന് മുന്നിലുള്ളത്. ഒപ്പം തന്നെ ഇനി മുന്നോട്ട് എങ്ങനെയാണ് ഒരു ആക്ഷൻ പ്ലാൻ എന്നുള്ള കാര്യത്തിൽ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ നിലവിലുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിലുള്ള തീരുമാനങ്ങളാകും മന്ത്രിസഭ എടുക്കുക. ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് ഇന്ന് എടുക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി സർക്കാർ കടക്കേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു താൽക്കാലിക പുനരധിവാസം എന്നുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് സർക്കാർ പ്രധാനമായും നീങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും എല്ലാം നമ്മളോട് സംസാരിച്ചപ്പോഴെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഒരു ടൗൺഷിപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ ഈ ടൗൺഷിപ്പിലേക്ക് വരുമ്പോഴേക്കും 1 വർഷമോ 1.5 വർഷമോ ഒരു കാലതാമസം ഇത്തരത്തിലൊരു ടൗൺഷിപ്പ് രൂപീകൃതമാകാൻ എടുക്കുന്നൊരു സമയമുണ്ട്. അതിനുള്ളിൽ ഏത് തരത്തിലായിരിക്കും ഇവരെ ഒരു താൽക്കാലിക പുനരധിവാസം ഈ ദുരന്തബാധിതർക്ക് ഒരുക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ സർക്കാരിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രധാനമായും നിലവിൽ വാടക കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പുനരധിവാസമായിരിക്കും ഇനി സർക്കാരിന് മുന്നിലുള്ളത്. നമുക്കറിയാം, പ്രധാനമായും കഴിഞ്ഞ ഈ വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെ അവിടെ നിന്ന് ഈ പ്രദേശങ്ങളിൽ നിന്ന് മറ്റ് ഉള്ളവരെ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഒഴിപ്പിച്ചപ്പോഴേക്കും സർക്കാർ വാടക കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടങ്ങൾ വഴി ഇത്തരത്തിൽ തയ്യാറാക്കി ഒപ്പം തന്നെ വാടക നൽകുകയും ഇത്തരത്തിലൊരു പുനരധിവാസമായിരുന്നു അന്നുണ്ടായിരുന്ന. അതേ ഒരു പുനരധിവാസം തന്നെയായിരിക്കും സർക്കാരിന് മുന്നിൽ ഈ ഒരു ദുരന്തബാധിതരെ മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിലും ഇനി ഉണ്ടാകുക. അങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ പോകണമെന്നും ടൗൺഷിപ്പിന്റെ കാര്യത്തിലടക്കം സമയപരിധി നിശ്ചയിക്കുന്ന അടക്കമുള്ള കാര്യം സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ഇവർക്ക് നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളും പ്രധാനമായി ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ 9ാം നാളിൽ പോലും തിരച്ചിൽ പൂർണ്ണമായും പൂർത്തിയാകാത്തൊരു സാഹചര്യത്തിൽ നഷ്ടപരിഹാരം എങ്ങനെയാണെന്നുള്ള കാര്യത്തിലും സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചർച്ച ചെയ്യും. അത് ഇന്ന് തന്നെ ഉടൻ തീരുമാനമെടുക്കാനുള്ള സാധ്യതയും വളരെ വിരളമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം പ്രധാനമായി മറ്റൊരു കാരണമെന്ന് പറയുമ്പോഴേക്കും നിലവിൽ ഇനി ഇപ്പോൾ തുടരുന്ന തിരച്ചിൽ ഏത് ഘട്ടം വരെ തുടരണമെന്ന കാര്യത്തിലും ഇന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ റവന്യൂ മന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ ദുരന്തമുഖത്തുള്ള വിവിധ സേനാ വിഭാഗങ്ങളുടെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഈ സംസ്ഥാനം ആവശ്യപ്പെടുന്ന സമയം വരെ ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നായിരുന്നു ഈ വിവിധ സേനാംഗങ്ങൾ മേധാവികളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനോട് വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഘട്ടം വരെ തുടരാമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ചേർന്ന മന്ത്രിസഭ യോഗത്തിൽ ചർച്ചയാകുകയും ചെയ്യും. ഈ കാര്യങ്ങൾ ചുമതലപ്പെടുത്താനായിട്ട് കഴിഞ്ഞ ദിവസത്തിൽ യോഗം ചേർന്നുകൊണ്ട് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ മന്ത്രിസഭ യോഗത്തിൽ ചർച്ച ചെയ്യും. പ്രധാനമായി ഒരു താൽക്കാലിക പുനരധിവാസമാണ് ഈ ദുരന്തബാധിതർക്ക് ഒരുക്കുക എന്നതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള വെല്ലുവിളി. അത് ടൗൺഷിപ്പിൻ്റെ പരിധിയിലേക്ക് പോകുകയാണെങ്കിൽ അതിനൊരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ടായിരിക്കും ഇനി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുക. അതിനുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുകയും ചെയ്യുക. ഇതിൽ പ്രധാനമായും മന്ത്രിസഭ ഉപസമിതിയുടെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഈ കാര്യങ്ങൾ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. നിലവിൽ ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. മന്ത്രിസഭ ഉപസമിതി അംഗങ്ങളായ മറ്റ് മന്ത്രിമാരായ റവന്യൂ മന്ത്രി കെ രാജൻ, ഒപ്പം തന്നെ കെ ശശീന്ദ്രൻ തുടങ്ങിയവരടക്കമുള്ള മന്ത്രിമാരെല്ലാം തന്നെ വയനാട്ടിലുണ്ട്. അവരെല്ലാം തന്നെ ഓൺലൈനായിട്ടായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുക. എന്തായാലും സംസ്ഥാന മന്ത്രിസഭാ യോഗം ചേരുമ്പോഴേക്കും അതിജീവനത്തിനുള്ള ഒരു ജനതയുടെ തുടർ കാര്യങ്ങളായിരിക്കും സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ അവശേഷിക്കുന്നവരെ, ബാക്കിയാകുന്നവരെ നമുക്കൊപ്പം ചേർത്ത് നടത്തുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടിയുള്ള ചർച്ചകളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലടക്കം ഉണ്ടാവുക.